ارتكبت على الخطا غير حسر وعادات لك أشكو فيه يا سيدي خير النبي إننا نرجو إلى كأس حوضك للعطاش يوم نشر كتابي يا سيدي خير النبي الشفاعة في القيامة مشفقا وأهلنا إن ضاء يا سيدي خير النبي الصلاة والسلام على الرسول الشفيع الأبطحي والحبيب العربي. എത്ര കാര്യത്തിലാ ഇസ്തിയാസ നടന്നത്? ഇർതകബതു അലൽ ഖത്വാ, വലിയ തെറ്റുകൾ ഞാൻ ചെയ്തു പോയി നബിയേ. ഏറ്റവും പ്രധാനം പാപങ്ങൾ ചെയ്തു പോയി. അങ്ങയോട് ഞാൻ എൻ്റെ സങ്കടം പറയുന്നു നബിയേ. അങ്ങനെക്ക് പുറത്തു തരണം നബിയേ. സ്വഹാബത്തിന്റെ ചോദ്യം, എന്നെ ശുദ്ധീകരിക്കണേ നബിയേ, പറ്റിപ്പോയി, തെറ്റ് ചെയ്തു പോയി നബിയേ. രണ്ടാമത് പറയുന്നേതാ? ഞങ്ങൾക്ക് അങ്ങയുടെ ഹൗദിൽ നിന്ന് വെള്ളം വേണം നബിയേ, അങ്ങ് തരണം. അങ്ങ് ഇടപെട്ട് വാങ്ങിത്തരണം എന്നല്ല, അങ്ങ് തരണം. അങ്ങേക്കാണ് അതിൻ്റെ അധികാരം. നേർക്ക് നേരെയുള്ള ചോദ്യം. അതുപോലെ കിതാബ് തരുന്ന ദിവസം വല്ലാത്ത മഹ്ശറയാണെന്ന്, ഞങ്ങൾക്ക് രക്ഷ വേണം നബിയേ. അന്നൊക്കെ ഞങ്ങളെ പ്രതീക്ഷ ശഫാഅത്ത് ഞങ്ങൾക്ക് തരണേ നബിയേ. അങ്ങത് ഞങ്ങൾക്ക് തന്നില്ല എങ്കിൽ, അങ്ങയുടെ കരുണം ഞങ്ങൾക്ക് കരുണ കിട്ടിയില്ലെങ്കിൽ ഞങ്ങളതൊക്കെയും നഷ്ടപ്പെട്ടു നബിയേ. വേറെ ആരുണ്ട്? യാ മാലിക്കി കുൻ ശാഫിഈ ഫീ ഫാഖതി. ഇമാം അബൂ ഹനീഫ തങ്ങൾ പാടിയില്ലേ, എൻ്റെ ഉടമക്കാരനായ നബിയേ, എൻ്റെ ഉടമസ്ഥനായ നബിയേ, എൻ്റെ ഇല്ലായ്മയിൽ അങ്ങനിക്ക് ശഫാഅത്ത് ചെയ്യണം, അങ്ങനിക്ക് അനുഗ്രഹം ചെയ്യണം. അങ്ങയുടെ ജൂദിലാണ് എൻ്റെ പ്രതീക്ഷ. ഫജുദ് യാ റസൂലല്ലാഹ്. നബിയെ, അങ്ങയുടെ പ്രതീക്ഷ, അങ്ങയുടെ ആ മഹത്തായ അനുഗ്രഹമാണ്, ഔദാര്യമാണ് എൻ്റെ പ്രതീക്ഷ. നേർക്ക് നേരെ, നേർക്ക് നേരെ, ഒരു സംശയവും വേണ്ട. എൻ്റെ ലാസ്റ്റ് എടുത്ത് നോക്ക്, എന്താണ് പറയുന്നത്? യാ സയ്യിദസ് സാദാതി ജിഅ്തുക ഖാസിദാ അർജു ഹിമാക ഫലാ തുഖയ്യിബ് മഖ്സുദീ. അങ്ങയുടെ കാവലാണ് ഞാൻ ആഗ്രഹിക്കുന്നത് നബിയേ. സയ്യിദ് സാദാത്തായ നേതാക്കളുടെ നേതാവായ നബിയേ, നേരെ ഡയറക്റ്റ് ഖദ് ഹല്ല ബീമാ ഖദ് അലിംത മിനൽ അദാ. അത് ഹല്ല എന്താണ് വാക്ക്? ഇത് പറയാൻ ഏപ്പിക്കാരൻ എങ്ങനെ കഴിയും? അത് പറയാൻ ഒരു മടിയും കൂടാതെ ഉച്ചൈസ്വരം ധൈര്യത്തിൽ പറയാൻ പറ്റുന്ന ടീമാണ് സാവിയത്തു സൂഫിയിൽ അഹ്ലി എന്ന്. എന്താ പറഞ്ഞേ? ഖദ് ഹല്ല ബി, തീർച്ചയായും എനിക്ക് വന്നു പെട്ടിട്ടുണ്ട് നബിയേ. എന്താ വന്നത്? മാ ഖദ് അലിംത, ഞാൻ പറയേണ്ടതില്ല നബിയെ, അങ്ങേക്ക് അറിയാലോ. ഔലിയാക്കളെ മുമ്പിൽ പോയി നിന്ന് അവർ സ്കാൻ ചെയ്ത് കഴിഞ്ഞു. കുഫിയാകത്തുള്ള വസ്തുവിനെ പോലെ കാമാഞ്ഞാൻ നിങ്ങളെ കൽഭാഗമെന്നോവർ. നമ്മൾ പഴയ സുന്നി പറയുന്ന എടുത്താള് അതാ പറഞ്ഞത്. അവരെ മുന്നിൽ തന്നെ പോയി ഇങ്ങനെ നിന്ന് അവർക്ക് എൻ്റെ ആവശ്യങ്ങളൊക്കെ അങ്ങനെ മനസ്സിലാവും. തുഅറദു അലയ്യ അഅ്മാലുക്കും, നിങ്ങളുടെ അമലുകൾ എനിക്ക് കാണിക്കപ്പെടുന്നു. ത്വഹാ റസൂലുള്ളാഹി. ഇതെൻ്റെ ആ പണിയല്ല. ഏത്? ഞങ്ങൾക്കൊന്ന് റെക്കമെൻഡ് ചെയ്തു തരണം, ഒന്ന് ഇടപെട്ട് തരണം. എന്ത് ഇടപെടൽ? ഇത് നേർക്ക് നേരെ. ഖദ് ഹല്ല ബീമാ ഖദ് അലിംത. നബി, അങ്ങേക്ക് അറിയാലോ എനിക്ക് വന്ന ബുദ്ധിമുട്ട്, അങ്ങയോട് പറയേണ്ടതില്ലല്ലോ. മിനൽ അതാ, എനിക്ക് വന്ന പ്രയാസം അങ്ങേക്ക് അറിയാലോ. വൽദുൽമി,
ഏപ്പിക്കാരെ ദുൽമ് വരുന്നത് അങ്ങേക്ക് അറിയാലോ നബിയെ. ഇവര് ദുൽമ് ചെയ്യാൻ വരുന്നൊക്കെ അങ്ങേക്ക് അറിയാലോ. എൻ്റെ ദുഅഫുകൾ, എൻ്റെ വേവലാതികൾ, എൻ്റെ ആ ഒരു പ്രത്യേകമായ അവസ്ഥകൾ, ദുഅഫ്, ബലഹീനത, അതൊക്കെ തങ്ങൾക്കറിയാലോ നബിയെ. അതുകൊണ്ട് അതിന് തങ്ങൾ പരിഹാരം തരണം. എന്താ അവിടത്തേക്ക് അറിയാത്തത്? ഞാൻ മുന്നിൽ നിൽക്കുമ്പോൾ മെഹ്റാബിലേക്ക് കയറി നിന്നിട്ട് സ്വഹാബികളെ ഞാൻ മുന്നിലാന്ന് കരുതിയിട്ട് ലാ യഖ്ഫാ അലയ്യ റുകൂഉകും വലാ സുജൂദുകും, നിങ്ങൾ എൻ്റെ പിന്നിലാണെങ്കിലും നിങ്ങളെ റുകൂഉം സുജൂദും എനിക്ക് അവ്യക്തമല്ല. വലാ ഖുശൂഉകും, നിങ്ങളെ മനസ്സിന്റെ ഉള്ളിലുള്ള ഭയഭക്തി വരെ എനിക്ക് അവ്യക്തമല്ല, വ്യക്തമായി ഞാൻ അറിയുന്നുണ്ടെന്ന് ഹബീബായ ത്വഹാ റസൂലുള്ളാഹ്. ആയിരക്കണക്കിന് കൊല്ലങ്ങൾക്ക് ഇപ്പുറമെന്ന് പൊന്നാനിയിൽ നിന്ന് രചിച്ച വരി, ഖദ് ഹല്ല ബീമാ ഖദ് അലിംത മിനൽ അദാ. നബിയേ, എനിക്ക് വന്നെത്തിയ പ്രയാസങ്ങൾ, എനിക്ക് വന്നെത്തിയ രോഗങ്ങൾ, എനിക്ക് വന്ന പ്രയാസങ്ങളൊക്കെയും അങ്ങേക്ക് അറിയാലോ നബിയേ. അത് പറയേണ്ടതില്ല, എൻ്റെ കയ്യിൽ ഒന്നുമില്ല. മാലി സിവാ ഹുബ്ബി, എല്ലാം അവിടെ സമർപ്പിക്കുകയാണ്. മാലി സിവാ ഹുബ്ബി ലദൈക വസീല ഫംനുൻ അലയ്യ ബിഫദ്ലി ജൂദിക അസ്അദി. എനിക്കങ്ങയുടെ മുമ്പിൽ സമർപ്പിക്കാനൊന്നുമില്ല, ഞാൻ അമൽ ചെയ്തവനല്ല. പ്രതീക്ഷയിൽ എനിക്കാകെയുള്ളത് അങ്ങയോടുള്ള മഹബ്ബത്താണ്, മഹബ്ബത്തു റസൂലില്ലാഹ്. അതുകൊണ്ട് ഇസ്തിഗാസയുടെ അങ്ങേയറ്റത്തെത്തി റസൂലുള്ളാഹിയിൽ സർവവും സമർപ്പിച്ച് എല്ലാം അറിയുന്ന നേതാവിന്റെ മുന്നിൽ പോയി നേരിട്ട് ചോദിക്കുന്ന ആ രംഗം, ഫംനുൻ അലയ്യ ബിഫദ്ലി ജൂദിക, അങ്ങയുടെ ഔദാര്യം കൊണ്ട് എന്നെ ഒന്ന് നോക്കണേ നബിയെ, എനിക്ക് അനുഗ്രഹം ചെയ്യണേ നബിയെ, അങ്ങ് എന്നെ ഒന്ന് പരിഗണിക്കണേ നബിയെ, അങ്ങ് എന്നെ ഒന്ന് നോക്കിയാൽ അസാദി ഞാൻ വിജയിച്ചുപോയി. അങ്ങയുടെ മുഖമൊന്ന് കണ്ടാൽ തന്നെ രക്ഷപ്പെട്ടില്ലേ ആളുകൾ. അതുകൊണ്ട് ഒന്നും പറയാനില്ല. ഇന്നീ നസീലുക വന്നസീലു ലദൈക യാ ഖൈറൽ അനാമി ബികുല്ലി ഖൈരി യഗ്തദി. ഞാൻ അങ്ങയെ പ്രതീക്ഷിച്ച് അങ്ങയുടെ മുമ്പിൽ വന്ന യാചകനാണ് നബിയേ. വലിയ വലിയ കാര്യപ്പെട്ട ആളുകളൊക്കെ അവരോട് യാചിച്ച് ഒരുത്തൻ വന്നാൽ അവരെ മടക്കി അയക്കാറില്ലല്ലോ നബിയേ. അങ്ങാണെങ്കിൽ ഞങ്ങൾക്ക് ഏറ്റവും പ്രതീക്ഷയാണ് അങ്ങയുടെ മുമ്പിൽ യാചിച്ച് വന്ന ഈ പാവപ്പെട്ട എനിക്ക് സർവ്വതും നൽകണേ എന്ന സമ്പൂർണ്ണ സമർപ്പണമാണ് മങ്കൂസ് മൗലിദ്. ഇസ്തിഗാസയെ തവസ്സുലാക്കി ഇടപെടലാക്കി മാറ്റിയ AP സമസ്തക്കാരാ, നീ ഓതരുത് മങ്കൂസ് മൗലിദ്. അതോതാൻ ഞങ്ങൾ ഇവിടെ സുന്നി മക്കളുണ്ട്. നിനക്കെന്ത് മങ്കൂസ് മൗലിദ്? നിനക്കെന്ത് ശറഫല്ലനം? കണ്ടോ നിങ്ങൾ, അയാള് ബദരീങ്ങൾക്ക് കഴിവില്ലെന്ന് പറയുന്നത്, ഹബീബായ തങ്ങൾക്ക് കഴിവില്ലെന്ന് പറയുന്നത്, എന്നിട്ട് പറയാണത്രേ അവൻ സുന്നിയാണ്. കേട്ടു നോക്കൂ. അല്ലാഹുവേ, നീ മാത്രമാണ് രോഗം സുഖപ്പെടുത്തുന്നവൻ, നീയല്ലാതെ രോഗം സുഖപ്പെടുത്തുന്നവനില്ല. എന്നാൽ ഒരാള് ബദരീങ്ങളെ രോഗം സുഖപ്പെടുത്തണേ എന്നങ്ങ് പറഞ്ഞു പോയാലോ, അങ്ങനെ പറഞ്ഞതിന്റെ പേരിൽ അവൻ ശിർക്ക് ചെയ്തു എന്ന് പറയാൻ പാടില്ല, കുഫ്ർ ചെയ്തു എന്ന് പറയാൻ പാടില്ല, ഹറാം ചെയ്തു എന്ന് പറയാൻ പാടില്ല, കറാഹത്ത് ചെയ്തു എന്ന് പറയാൻ പാടില്ല. മറിച്ച് മുഅ്മിനായ മനുഷ്യർ അങ്ങനെ പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്റെ രോഗശമനത്തിന് വേണ്ടി നിങ്ങൾ ഇടപെടണേ എന്നാണ്. രോഗം സുഖപ്പെടുത്തണേ എന്നാണ്, സുഖപ്പെടാൻ നിങ്ങൾ ഇടപെടണേ എന്നാണ്. ഏതുപോലെ ഒരു ഡോക്ടറോട് ഒരാൾ ചെന്നിട്ട് ഡോക്ടറെ എന്റെ രോഗം സുഖപ്പെടുത്തണേ എന്ന് പറഞ്ഞാൽ ഒരു മുഅ്മിനായ മനുഷ്യൻ ഒരിക്കലും തന്നെ ഡോക്ടർ രോഗം സുഖപ്പെടുത്തുമെന്ന് വിശ്വസിക്കൂല. മറിച്ച് രോഗം സുഖപ്പെടുത്താൻ വേണ്ടി ഡോക്ടറുടെ ഇടപെടൽ ഉണ്ടാകും. ഡോക്ടർ ചിലപ്പോൾ പരിശോധിക്കും, രോഗം കണ്ടെത്തും, മരുന്ന് കൊടുക്കും, ഓപ്പറേഷൻ ചെയ്യും, പലതും ചെയ്യും. ഇങ്ങനെ ഇടപെടലുകൾ നടത്തുമെന്നല്ലാതെ രോഗം സുഖപ്പെടുത്താൻ ഡോക്ടർക്ക് കഴിയുമെന്ന് ഒരു മുസ്ലിമും വിശ്വസിക്കൂല.
പക്ഷേ പറയുമ്പോ ചിലപ്പോ ഡോക്ടറെ രോഗം സുഖപ്പെടുത്തണേ എന്നൊരു ഉമ്മ പറഞ്ഞാൽ ആ ഉമ്മ ഇസ്ലാം എന്ന് പുറത്തുപോയി എന്ന് വിധിക്കുന്നത് വിഡ്ഢിത്തമാണ്, വിവരക്കേടാണ്. അങ്ങനെ വിധിക്കാൻ പാടില്ല. ആ ഉമ്മ പറഞ്ഞതിന്റെ ഉദ്ദേശം ഇത്രയേ ഉള്ളൂ, നിങ്ങൾ ഇടപെടണമെന്നാണ്. ഇതുപോലെ ബദരീങ്ങളോട് പറഞ്ഞാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞാലും ഏത് മഹാന്മാരോട് പറഞ്ഞാലും മുഅ്മിനീങ്ങൾ പറയുമ്പോൾ അതാണ് അർത്ഥം. ഓ സുഹൃത്തുക്കളെ, അത് തന്നെയാണ് ഇവിടെയും ഇമാം റാസി പഠിപ്പിക്കുന്നത്. നിങ്ങൾ പരിശുദ്ധമായ ഇസ്തിഗാസയെ തള്ളിയിട്ട് ഇടപെടലിലേക്ക് വരികയാണ്. എന്ത് ഇടപെടൽ? ആരെക്കുറിച്ചാ നിങ്ങൾ ഈ പറഞ്ഞത്? ഡോക്ടറോട് പോയി പറഞ്ഞത് പോലെയാണോ ലോകം തന്നെ നൽകപ്പെട്ട ലോകത്തിന്റെ ഉടമക്കാരനായ മുഹമ്മദുർ റസൂലുള്ളാഹ്? ഡോക്ടർ ഇടപെടണേ എന്ന് പറയുന്നത് പോലെയാണത്രേ ഹബീബായ തങ്ങളോട് ചെന്ന് പറയുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ റസൂലുള്ളാഹിന്റെ അടുത്ത് പോയി അഥവാ പറഞ്ഞാൽ അയാൾ പറയാ, എന്ത് പറഞ്ഞാൽ? റസൂലേ, രോഗമൊന്ന് മാറ്റിത്തരണേ, ബദരീങ്ങളെ എന്നെ കാക്കണേ എന്ന് പറഞ്ഞാൽ അതിന്റെ അങ്ങനെ പറഞ്ഞതുകൊണ്ട് കാഫിർ ആകൂല. കാരണം അതിന്റെ അർത്ഥം റസൂലേ ഒന്ന് ഇടപെട്ട് തരണം, രോഗം മാറ്റാൻ നിങ്ങളൊന്ന് ഇടപെടണം. ഇടപെടണ അള്ളാഹിനോട് ദ്വാരന്ന് വാങ്ങിക്കൊടുക്കുക, അതാണ് അർത്ഥം. അതുകൊണ്ട് ശിർക്ക് വരൂല. ഞാൻ തിരിച്ചൊന്ന് ചോദിക്കട്ടെ, നേർക്ക് നേരെ അതിന്റെ അർത്ഥം വെച്ചാലോ? മറുപടി പറയണം AP സമസ്ത. നേർക്ക് നേരെ അള്ളാഹുവിന്റെ റസൂലേ, അങ്ങേക്ക് അല്ലാഹു സർവ ഖുദ്റത്തും തന്നിട്ടുണ്ട്, വസീലത്തും ഫളീലത്തും മഖാമും മഹ്മൂദും ലോകത്തിന്റെ നിയന്ത്രണവും സർവവും നൽകപ്പെട്ട അങ്ങ് രോഗം മാറ്റാൻ കഴിവുള്ളവരാണ്. എന്റെ എല്ലാ വിഷയങ്ങൾക്കും അങ്ങ് പരിഹാരം തരാൻ കഴിവുള്ളവരാണ്. നബിയേ, ആ കഴിവിൽ നിന്നുകൊണ്ട് എനിക്ക് എന്റെ സങ്കടം തീർത്തു തരണേ എന്ന് നേർക്ക് നേരെ അർത്ഥം വെച്ചാൽ ആ പറഞ്ഞവൻ മുസ്ലിമാണോ കാഫിറാണോ? പറയൂ AP സമസ്തക്കാരെ. അതിന്റെ മറുപടി അർത്ഥം മാറ്റുകയാണ്. എല്ലാ ഇസ്തിഗാസയുടെയും അർത്ഥം മാറ്റി. ഇന്നലെ ആൾ പുത്തൻപള്ളിയിൽ നിന്ന് പ്രസംഗിക്കുന്നുണ്ട്, ഇസ്തിഗാസയുടെ ബൈത്ത് ചെല്ലുന്നുണ്ട്, പക്ഷേ അർത്ഥം മാറ്റുകയാണ്. എല്ലാ ഇസ്തിഗാസയും ഇതാണ് അതിനർത്ഥം. ഏത് പറഞ്ഞാലും ഇടപെടണേ. എന്താ നേർക്കുനേരെ അർത്ഥം വെച്ചാൽ എന്താ അവസ്ഥ? നേർക്കുനേരെ വെച്ചാൽ ഹബീബായ തങ്ങൾക്ക് തരാൻ കഴിയില്ലേ? പഴയ കാലത്ത് നീ എഴുതി വെച്ച ബുക്കുണ്ട്, അതൊന്ന് എടുത്തു നോക്ക്. ഹബീബായ ത്വാഹ റസൂലുള്ളാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കണ്ടില്ലേ നിങ്ങൾ? സലമത്ത് ഇബ്നുൽ അക്ബർ റളിയല്ലാഹു അൻഹു യുദ്ധത്തിൽ വെട്ടേൽക്കുകയാണ് തണ്ടങ്കാലിന്. ഖൈബറിന്റെ ദിവസമാണ്. ഹബീബായ തങ്ങളെ സമീപത്ത് ചെന്നു ഫഅതൈതുൻ നബിയ. തണ്ടങ്കാലിന് വെട്ടേറ്റ് എല്ല് വരെ മുറിഞ്ഞു കിടക്കുകയാണ്. എന്താ ചെയ്തത്? നേർക്ക് നേരെ പൂർത്തിയാക്കുകയാണ്. ദ്വാരക്കുകയല്ല. ദ്വാരുന്ന സന്ദർഭങ്ങളുണ്ട്. അത് അല്ലാഹുവിന്റെ റസൂലിന്റെ ഇഷ്ടമാണ്. എന്ത് ചെയ്യണമെന്ന് ഈ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. എല്ലാ ഖുദ്റത്തുമുള്ള ആളാണ് മുഹമ്മദുർ റസൂലുള്ളാഹ്. നൽകിയത് അല്ലാഹുവാണ്. അത് ഇടക്കിടക്ക് പറയേണ്ടതില്ല. എല്ലാ കഴിവിന്റെയും ഉടമസ്ഥൻ അല്ലാഹുവാണ്. മഹാനായ സലമത്ത് തങ്ങൾ വെട്ടേറ്റ കാലങ്ങ് കാണിച്ചു കൊടുത്തപ്പോ ഫനഫസ ഫീഹി സലാസ നഫസാത്ത്, 3 ഊത്ത് ഊതുകയാണ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഫമസ്തഖൈതുഹാ ഹത്തസ്സാഅ, ആ ഊത്ത് വന്നത് മുതൽ ഈ സെക്കൻഡ് വരെ എനിക്ക് വേദന വരെ വന്നിട്ടില്ലെന്ന് സയ്യിദുനാ സലമ റളിയല്ലാഹു അൻഹു. നേരിട്ടുള്ള ഇടപെടലാണ്, നേരിട്ട് കൊടുക്കുകയാണ് മുഹമ്മദുർ റസൂലുള്ളാഹ്. അബൂ ഹുറൈറ തങ്ങൾ ചെല്ലുകയാണ്, നബിയേ, എല്ലാ ഹദീസും ഞാൻ മറന്നു പോകുന്നു, എന്ത് ചെയ്യണം? ആ തട്ടം വിരിക്കൂ അബൂ ഹുറൈറ. അതിലെന്തോ വാരിയിടുകയാണ്. അത് നെഞ്ചത്തേക്ക് കൂട്ടി പിടിക്കൂ അബൂ ഹുറൈറ. ഫളമംതുഹു, ഞാൻ അത് ചേർത്ത് പിടിച്ചു. ഫമാ നസീതു ഹദീസൻ ബഅദു, അതിനുശേഷം ഞാൻ ഒന്നും മറന്നിട്ടില്ല. ത്വാഹ റസൂലുള്ളാഹ്. ഹുദൈബിയയിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബത്ത് ദാഹിക്കുകയാണ്. മുന്നിൽ വന്നു നിൽക്കുന്നു, വെള്ളമില്ല. ചോദ്യം മാലക്കും, എന്തു പറ്റി സ്വഹാബികളെ? ലൈസ ഇൻദനാ മാൻ നതവല്ലഉ വലാ നശ്റബ്,
കുടിക്കാനും ഒതു ചെയ്യാനും വെള്ളമില്ല നബിയെ. എന്താ മൗലവി ചെയ്തത്? റെക്കമെൻഡ് ചെയ്തതാണോ അവിടെ? ദ്വാരന്ന് വാങ്ങി കൊടുത്തതാണോ അവിടെ? ബുഖാരി എടുത്ത് വായിക്ക്. ചെറിയൊരു തോൽപാത്രമുണ്ട്, അതിൽ കൈവക്കുകയാണ് മുഹമ്മദുർ റസൂലുള്ളാഹ്. കേട്ടോ, ഫജഅലൽ മാഉ യസൂറു ബൈന അസാബിഇഹി കഅംസാലിൽ ഉയൂൻ. വലിയ വലിയ പുഴകളിൽ നിന്ന് തോടുകളിൽ നിന്നൊക്കെ ഉറവ പൊട്ടുന്നത് പോലെ ലോകത്തെ ഏറ്റവും പരിശുദ്ധമായ വെള്ളം ഹബീബായ തങ്ങളുടെ കൈവിരലുകൾക്കിടയിലൂടെ വരികയാണ്. അതാണ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇവിടെ മുഴുവനും മാറ്റിമറിക്കുകയാണ്. അഥവാ ബദരീങ്ങളെ കാക്കണേ എന്ന് പറഞ്ഞാൽ ആ പറഞ്ഞതിന്റെ അർത്ഥം ഇടപെടലാക്കണം. ഇടപെടലാക്കാതെ നേരെയാക്കിയാലോ പ്രശ്നമായി. എന്നിട്ട് അവസാനം പറയാണ്, ഇനി അങ്ങനെയൊക്കെ അർത്ഥം മാറ്റാമെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, അങ്ങനെ വിളിക്കാൻ തന്നെ പാടില്ല, കാരണം തെറ്റിദ്ധാരണ വരും. അർത്ഥം അങ്ങനെ മാറ്റി നോക്കാം, എന്നാലും ആ വാദം തന്നെ ഒഴിവാക്കണം, തെറ്റിദ്ധാരണ വരും. വെച്ചു കൊടുക്കുക. അടുത്ത് പറയട്ടെ, അയാൾ പറയട്ടെ. പറഞ്ഞു കാണാം. ഇതുപോലെ ഏതെങ്കിലും ഒരാള് ഒരു മഹാനെ വിളിച്ചിട്ട് മുഹീദ്ദീൻ ഷെയ്ഖേ എന്റെ രോഗം മാറ്റി തരണേ എന്നൊക്കെ പറഞ്ഞു നോക്കുക. നമുക്ക് എല്ലാവർക്കും അറിയാം രോഗം മാറ്റുന്ന അമ്മയാണ്, എല്ലാവർക്കും അറിയാം. അപ്പൊ പിന്നെ ഒരു ഡോക്ടറെ വിളിച്ചിട്ട് ഒരു പെണ്ണുങ്ങള്, ഡോക്ടറെ എന്റെ മോളെ രോഗം സൂചിപ്പ മാറ്റി തരണേ, അതിന്റെ അർത്ഥം എന്താ? ഈമാനുള്ള പെണ്ണാ പറഞ്ഞെങ്കിൽ നമ്മളതിന് അർത്ഥം വെക്കും എന്താ? ഡോക്ടറെ നിങ്ങൾ മാറ്റി തരണേ, മാറാൻ ആവശ്യമായ കാരണമായി പ്രവർത്തിക്കണേ, ടെസ്റ്റൊക്കെ ചെയ്ത് മരുന്ന് തരണേ എന്നാ പറഞ്ഞതിന്റെ അർത്ഥം. ഇതുപോലെ ഒരാള് ബദരീങ്ങളെ എന്റെ രോഗം മാറ്റി തരണേ എന്നതിന്റെ അർത്ഥം ഉദ്ദേശം എന്തായിരിക്കും? അള്ളാഹു എന്റെ രോഗം മാറ്റിത്തരാൻ നിങ്ങളൊന്ന് ഇടപെടണേന്ന, നിങ്ങളൊന്ന് ദ്വാരക്കണം, അല്ലെ ശഫാഅത്ത് ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങളൊന്ന് ഇടപെടണം എന്നാണ് പറയുന്നതിന്റെ അർത്ഥം. അല്ലാതെ ഇവിടെ രോഗം സുഖപ്പെടുന്നവൻ അള്ളാഹുവാണ്, കൊടുക്കുന്നവൻ അള്ളാഹുവാണ്, തടയുന്നവൻ അള്ളാഹുവാണ്. എല്ലാ കാര്യങ്ങളും അള്ളാഹുവിൽ നിന്നാണെന്ന് വിശ്വസിച്ച മൂമിനല്ലേ ഇത് പറയുന്നത്. പിന്നെ ആ മൂമിന് ശിർക്ക് ചെയ്തു എന്ന് വാദിച്ചിട്ട് വെറുതെ മുസ്ലിമീങ്ങളുടെ ഫിത്ന ഉണ്ടാക്കണം. അപ്പോ അവിടെ ഒരു ശിർക്കും വരുന്ന ഒരു പ്രശ്നവും ഇല്ല എന്ന് തന്നെ പറയാം. കാരണമായി പ്രവർത്തിക്കുക എന്നാണ് അതിന്റെ അർത്ഥം. അതേ സമയത്ത് തെറ്റിദ്ധാരണ വരാതിരിക്കാൻ വേണ്ടി നമ്മൾ പറയുന്ന സമയത്ത് അത്തരം വാചകങ്ങൾ പറയുന്നത് ശ്രദ്ധിക്കുന്നില്ല. കാരണം വെറുതെ കുറെ ആളെ കൊണ്ട് ഇങ്ങനെ പറയിക്കണ്ടല്ലോ. അതുകൊണ്ട് നമ്മൾ പറയുമ്പോ കണ്ടില്ലേ ബദർ മൗലിദിലൊക്കെ ബദരീങ്ങൾ കാവലിലേകല്ല, ബദരീങ്ങൾ കാവലിലേകല്ല, അള്ളാഹിനോട് പറയാണ് ബദരീങ്ങൾ കാവൽ തരണം. അതേപോലെ നേരെ അങ്ങ് പറഞ്ഞു നോക്കുക. നേരത്തെ നമ്മൾ ഇർത്തകപത്തി ചൊല്ലിയില്ലേ, തങ്ങളോട് ഞാൻ അവലാതിപ്പെടുന്നു, കുഴപ്പമൊന്നുമില്ല, അങ്ങനെ പറയാം, ഇനി ആ ഒരു കുഴപ്പമില്ല. അങ്ങനെ പറഞ്ഞ അതിന്റെ അർത്ഥം എന്താ? ഓ നബി തങ്ങൾ ഞങ്ങൾക്ക് ശഫാഅത്ത് ചെയ്യണമെന്നാണ് അതിന്റെ അർത്ഥം. അത് ദുർവ്യാഖ്യാനം ചെയ്യാണ് പുത്തൻവാദികള്. അതിന്റെ അർത്ഥം ഞങ്ങളുടെ ദോഷം വെറുക്കാൻ വേണ്ടി റെക്കമെൻഡ് ചെയ്യണേന്നാണ്. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടോ അമ്പിയാക്കളോടോ ഔലിയാക്കളോടോ ഒരാള് എന്റെ രോഗം മാറ്റി തരണമെന്ന് പറഞ്ഞാൽ തന്നെ അവിടെ ശിർക്ക് വരും, കാഫിറാവൊന്നുമില്ല. അതിന്റെ അർത്ഥം എന്താണ്? അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാരണമായി അല്ലാഹു തആല മാറ്റിത്തരാൻ നബി തങ്ങളോട് പറയുന്നു എന്നാണ്. ഇത് മനസ്സിലാക്കി വെക്കണമെന്നും തെറ്റിദ്ധാരണകൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി നമ്മൾ എവിടെയും ശ്രമിക്കണമെന്നും ഈ സമയത്ത് ഞാൻ ഉണർത്തുകയാണ്. വിവരം അപ്പോ അയാൾ ഉണർത്തിയത് 3 കാര്യങ്ങളാ പറഞ്ഞത്. ഒന്ന്, അഥവാ ഹബീബായ തങ്ങളെ നരകത്തുനിന്ന് കാക്കണേ, അതാണല്ലോ ഏറ്റവും വലുത്. അതിനെടുക്കുക, നമ്മളെ ഏറ്റവും ടോപ്പ് ഇസ്തിഗാത്ത് ചെയ്യുന്നവരാണ്. അപ്പൊ നരകത്തുനിന്ന് കാക്കണേ, രോഗം മാറ്റലൊക്കെ പിന്നല്ല, അത് അടക്കട്ടെ. നരകത്തുനിന്ന് കാക്കണേ എന്ന് പറയുകയാണെങ്കിൽ അത് ശിർക്കൊന്നുമല്ല. കാരണം എന്താ? അതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അള്ളാഹിനോട് പറഞ്ഞിട്ട് എന്നെ നരകത്തുനിന്ന് രക്ഷപ്പെടുത്തി തരണേന്നാണ്. അതുകൊണ്ട് ശിർക്കൊന്നുമല്ല. അവിടെ ഞങ്ങളെ ചോദ്യം, ഞങ്ങൾ പറയുമ്പോൾ റസൂലെ നരകത്തുനിന്ന് കാക്കണേ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അള്ളാഹിൻ്റെ റസൂലേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങേക്ക് നരകത്തുനിന്ന് കാക്കാനുള്ള കഴിവുണ്ട്, ആ മഖാമിലാണ് അങ്ങുള്ളത്. അള്ളാഹു തന്നെ പറയേണ്ടില്ല, അങ്ങേക്കതിന് കഴിവുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങളെ നേരിട്ട് നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി തരണേ എന്നാണ് ഞങ്ങളാ പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഞങ്ങൾ മുശ്രിക്കാണ് എന്ന് പറയാൻ കുറ്റ്യാടിക്കാരന് ഉറപ്പുണ്ടെങ്കിൽ പറയും. നോക്കുങ്ങൾ, ആ വാക്ക് പറയുന്നവർക്കൊക്കെ ഈ അർത്ഥം വെച്ചു കൊടുക്കണം എന്നാണ് അയാൾ പറയുന്നത്. നേരെ അർത്ഥം വെച്ചാലോ? ഞങ്ങൾ നേരെ അർത്ഥം വെക്കണ്, നിങ്ങൾക്ക് എന്താണുള്ളത് പറയാനുള്ളത്? ഞങ്ങൾ നേർക്ക് നേരെയുള്ള അർത്ഥം വെക്കണം. എന്നിട്ട് ഇങ്ങനെ ഇസ്തിഗാസയും തവസ്സുലും പറഞ്ഞ ആളുകളെ വസ്വാസാക്കുക. കേൾക്കണോന് ആ ഇസ്തിഗാസ പറയുന്നുണ്ടല്ലോ, ഇവൻ എല്ലാത്തിൻ്റെ അർത്ഥം മാറ്റിയിട്ടാണ് പറയുന്നത്.
ആളുകളെ പറ്റിക്കുന്ന ഏർപ്പാട്. എന്നിട്ട് രണ്ടാമത് പറഞ്ഞ പോയിന്റ് ഏതാ? അങ്ങനെ ഉദ്ദേശത്തിൽ പറഞ്ഞാൽ മുശ്രിക്കൊന്നാവൂല, എന്നാലും തെറ്റിദ്ധാരണ വരാതിരിക്കാൻ വേണ്ടി നേർക്ക് നേരെ പറയുന്ന വാചനങ്ങൾ ഒഴിവാക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം? ബദരീങ്ങളാൽ തുണ റബ്ബന എന്ന് പറയുന്ന പോലെ ഇസ്തിഗാസയുടെ ലഫ്ദ് ഒഴിവാക്കി തവസ്സുല് കൊണ്ട് പറയണം. ഇയാൾ പറയുകയാണ്, അല്ലാതെ പറഞ്ഞാൽ തെറ്റിദ്ധാരണ വരും. അവിടെയാണ് ഞങ്ങളുടെ ചോദ്യം. മങ്കൂസ് മൗലിദല്ലേ നേരത്തെ നമ്മൾ പറഞ്ഞത്? ഇനി എടുക്ക് നിങ്ങൾ ശറഫൽ അനാം ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി യാ നബി സലാം യാ റസൂൽ സലാം അലൈക്കും യാ ഹബീബ് സലാം സ്വലവാത്തുല്ലാഹ് അലൈക്കും അബ്ദുകൽ മിസ്കീനു യർജു ഫളലകൽ ജമ്മൽ ഗഫീറു ഫീക ഖദ് അഹ്സൻതു വന്നി യാ ബശീറു യാ നദീറു. നേർക്ക് നേരെ ഒരിടപെടലില്ല അവിടെ, ഒന്നുമില്ല. നേരെ നബി അങ്ങയുടെ അടിമ, പാവപ്പെട്ട അടിമ, അങ്ങയുടെ ഔദാര്യം ആഗ്രഹിക്കുന്നു നബിയെ. മാത്രമല്ല അങ്ങയുടെ ഔദാര്യം എനിക്ക് കിട്ടുമെന്ന നല്ല വിചാരമാണ് എൻ്റെ സമീപത്തുള്ളത്. എന്നിട്ട് പിന്നെന്താ പറയണ വാചകം എന്നറിയോ? പേരോടിനെ ഈ ജാതി വ്യാജ ഉലമാഇന്റെ കള്ള ശരീഅത്തുമായി നടക്കുന്നവർ മറുപടി പറയണം. ഫാഗിസിനി, എന്താ അതിന്റെ മാന? ഫാഗിസിനി, ഞാൻ അങ്ങയുടെ അടിമയാണ്, അങ്ങയുടെ ഔദാര്യം മാത്രമേ എനിക്കുള്ളൂ. അതുകൊണ്ട് നബിയെ എന്നെ സഹായിക്കണം. വഅജിർനി, എന്നെ കാക്കണം. യാ മുജീറു മിനസ് സഈർ, നരകത്തിൽ നിന്ന് നേരിട്ട് കാക്കുന്ന നബിയെ. ഞങ്ങൾ അങ്ങനെ തന്നെയാണ് അർത്ഥം വെക്കുന്നത്. ഒരിടപെടൽ ഒന്നുമില്ല. നേരെ ഹബീബായ തങ്ങളെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ അങ്ങേക്ക് അല്ലാഹ് കഴിവ് തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങളെ നേർക്ക് നേരെ രക്ഷപ്പെടുത്തണം. യാ ഗിയാസി യാ മലാദി, എൻ്റെ അഭയകേന്ദ്രമായ നബിയെ, ഫീ മുലിമ്മാത്തിൽ ഉമൂർ, ഏതൊക്കെ പ്രയാസങ്ങളുണ്ടോ ആ ഘട്ടങ്ങളിലൊക്കെ അങ്ങ് ഞങ്ങൾക്ക് കൈതരണേ നബിയേ. ഇതെങ്ങനെ നിങ്ങൾ പറയും? പറയാൻ നിങ്ങൾക്ക് കഴിയില്ല. കാരണം ഇന്ന് അള്ളാഹുവിൻ്റെ ഭൂമിയിൽ ആകാശത്തിൻ്റെ ചുവട്ടിൽ ഏറ്റവും മതപ്പതിച്ചവർ ബിദ്അത്തുകാരായ മുജാഹിദിനേക്കാൾ വലിയ ബിദ്അത്തുകാർ, വഹാബിയേക്കാൾ, ജമാഅത്തെ ഇസ്ലാമിയേക്കാൾ, നിരീശ്വരവാദിയേക്കാൾ അതപ്പതിച്ച ടീം നിങ്ങളാണ്. കാരണം ലോകം മുഴുവനും നൽകപ്പെട്ട നേതാവിനെ സംബന്ധിച്ച് നിങ്ങൾ പറഞ്ഞ വാചകം കൈ അനക്കാൻ പോലും കഴിയാത്ത വാപ്പയെ പോലെ എന്നാണ്. ഇന്ന ഇടപെടലല്ലേ നിങ്ങൾക്ക് പറയാൻ കഴിയൂ. കേട്ടോളൂ ആ പ്രസംഗം. ഒന്നിനും കഴിയാതെ കിടക്കുന്ന ബാപ്പ, ആ ബാപ്പാനോട് മകൻ വന്ന് പറയുന്നു, ബാപ്പ എനിക്കൊരു വീടുണ്ടാക്കി തരണം. കല്ല് പൊക്കാൻ അയാളെ കൊണ്ട് കഴിയൂല, മരം എടുക്കാൻ അയാളെ കൊണ്ട് കഴിയില്ല, അയാൾക്ക് ആശാരിപ്പണി അറിയില്ല, അതേ പടവിന്റെ പണി അറിയില്ല. അയാളോട് വീടുണ്ടാക്കി തരണമെന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? വീടുണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ ഇടപെടണമെന്നാണ്. ഇതുപോലെ നബി തങ്ങളോട് പറയാണ്, ഓ നബിയെ, തങ്ങൾ വീട്ടിൽ തരാൻ, അതായത് അള്ളാഹു എൻ്റെ ആവശ്യം വീട്ടിൽ തരാൻ തങ്ങൾ ഇടപെടണമെന്നാണ് അതിൻ്റെ അർത്ഥം. അവിടെ എന്നും വായിക്കാം, എൻ്റെ ആവശ്യം നിർവഹിച്ചു കിട്ടാൻ അവിടെ വലിയ അടങ്ങാറ് എങ്ങനെ വായിക്കണ്ടി ഹിദായത്തടക്ക ഊരി നിൽക്കുക എന്നുള്ള ഇറാബ് ശരിയാക്കുക. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, ആരെയാണ് ഉപമിച്ചത്? ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി, ഹബീബായ തങ്ങളെയാണ് ഒന്നിനും കഴിയാത്ത ബാപ്പയോട് ഉപമിച്ചത്. നിമിഷപ്രയിൽ എത്ര പത്രസമ്മേളനം നടത്തി. എന്തേ പേരോടിന്റെ ഈ വാദത്തെ ശരിയല്ലെന്ന് പറയാൻ AP സമസ്തക്ക് കഴിയാതെ പോയത്? ഹബീബായ തങ്ങളുടെ പേരക്കുട്ടിയാണ് സയ്യിദുനാ ഗൗസുൽ അഅ്ലം അശ്ശൈഖ് അബ്ദുൽ ഖാദിറുൽ ജീലാനി. അവര് തന്നെ കാര്യങ്ങൾ കൊടുക്കുന്നത് എങ്ങനെയാ? നേരിട്ട് കൊടുക്കുകയാണ്. ഇതായിരുന്നിട്ട് അപ്പൊ ശരിയാക്കി കൊടുത്തതല്ല. പാട് മാല അംഗീകരിക്കാൻ പറ്റുമോ നിങ്ങൾക്ക്? അവരെ താടിയെല്ലാം
ഫലദാനത്തായാരേ അങ്ങീനായത്തീര സംഗീതം തീർത്തോവർ. ഈ സംഭവങ്ങളൊക്കെ ബഹ്ജയിൽ എഴുതിയിട്ടുണ്ട് അല്ലാമാ ശത്നൂഫി തങ്ങൾ. എന്താ സംഭവം? നേർക്ക് നേരെ ചോദിച്ചതാണ്. സദസ്സിലുള്ള ഒരാള് ബൗത്തുല്ലാദം വഅദ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കുർസിയിൽ, സിംഹാസനത്തിൽ. നല്ല വയറിന്ന് വേദന വന്നിട്ട് പ്രശ്നമാവും തോന്നി. ബൗത്തുല്ലാദമിനോട് ചോദിക്കുകയാണ്, എന്നെ രക്ഷപ്പെടുത്തി തരണം, വയറുവേദന സുഖമാക്കി തരണം, നിങ്ങളൊന്ന് ഇടപെട്ട് ദ്വാരന്ന് വാങ്ങിത്തരണേ നല്ലങ്ങായി. അതങ്ങനെ പറയേണ്ട കാര്യമല്ല. എന്നാ പിന്നെ എന്നോട് പറഞ്ഞാൽ പോരാ. ഓൻ പറയണ്ടല്ലോ, എന്നോടും ചില ആളുകൾ വന്ന് പറയാറുണ്ട്, എൻ്റെ കുട്ടി ഉണ്ടാക്കി തരാൻ വേണ്ടി ദ്വാരം തരണം. അപ്പോൾ ഇത് രണ്ടും സമായില്ലേ? രണ്ടൊന്നായില്ലപ്പോൾ ഇത് ആരോടും പറയാലോ. ഇത് സദസ്സിലിരുന്ന് എൻ്റെ ഈ വയറുവേദന മാറ്റിത്തരണം. നേരെ സിംഹാസനത്തിലുള്ള മഹാനവറുകൾ ആ മൂപ്പരടുത്തേക്ക് വരികയാണ്. വന്ന് അവിടുത്തെ ആ പിന്നെ കയ്യിലുണ്ടായിരുന്ന ഒരു ടവൽ, ഒരു തട്ടം, അത് മുകളിലേക്ക്, തലൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഒരേ സമയത്ത് ഓസുല്ലാദം വഅദ് പറയൽ നിർത്തിയിട്ടില്ല. വഅദ് പറയുന്ന ഓസുല്ലാദം തുടരുകയാണ്. മൂപ്പരടുത്ത് വന്നിട്ട് ആ തട്ടങ്ങനെ വിരിച്ചു കൊടുത്തപ്പോൾ ഒരു ഒഴിഞ്ഞ സ്ഥലത്തെത്തി. വയറ്റുന്നൊക്കെ പോയി കഴുകി വൃത്തിയായി. അവിടെ തന്നെ വന്നിരുന്ന് സുഖമായി. അപ്പോൾ ആ ടവലാണ്ട് ഉയർത്തി. ഒരേ സമയത്ത് രണ്ടാളങ്ങനെ ഒപ്പം കാണുകയാണ്. അതാണ് ആ പറഞ്ഞ അവരെ താടിയെല്ലാം ഫലദാനത്തായാരേ അങ്ങീനായത്തീര സംഗീതം തീർത്തോ. നേർക്ക് നേരെ ഇനി പാട്. കാഫീലക്കാരേ കള്ളറ് പൊടിച്ചാരേ കാണാ നീലത്തീന്ന് കബാൽ കൊന്നോവർ. ഒരു കാഫില പോവുകയാണ്. ഒരു കച്ചവട സംഘം, അവരെ കൊള്ളക്കാർ വന്ന് പിടിച്ചു. അവരെ നാല് ഭാഗത്തും തടവിലാക്കി അവരെ. എന്നിട്ട് അവരുടെ സാധനങ്ങളൊക്കെ എടുത്ത് അവരെ കൊല്ലാൻ പോവാണ്. അപ്പോഴാണ് ആ കാഫിലയുടെ നേതാവ് വിളിച്ചത്, യാ ശൈഖനാ യാ ഗൗസൽ അഅ്ളം. ഒറ്റ വിളിയാണ്. നിങ്ങളൊന്നും ദ്വാരക്കാൻ നേരമില്ലെങ്കിൽ ഇവിടെ കറക്റ്റ് ചെയ്തില്ലെങ്കിൽ ആളപായായി പോവും. ഓസുല്ലാദം തങ്ങൾ ഒതുവെടുത്ത് അവിടുത്തെ മെതിയടിയും അങ്ങനെ വരികയാണ്. അന്നത്തെ പഴയ ചെരുപ്പ്. അപ്പോഴാ വിളി, യാ ഗൗസുല്ലാദം. ആ കബുക്കാബ് ആ മെതിയടി ഇങ്ങോട്ട് എടുത്തു. ഒറ്റേറ ഒരു ശബ്ദം കേട്ടു. സെക്കൻഡുകൾ മുഴുവൻ കൊള്ളക്കാരും മയ്യത്തായി വീണു. 2-3 മാസം കഴിഞ്ഞപ്പോൾ ആ കച്ചവടക്കാർ ഓസുല്ലാദമിൻ്റെ അടുത്ത് വന്നിട്ട് പറയാ, ഞങ്ങൾ അങ്ങ് സഹായിച്ചില്ലെങ്കിൽ ഞങ്ങളില്ല. അതാണ് ആ പറഞ്ഞ് ഏത് പാട്. കഫീലക്കാരേ കള്ളറ് പിടിച്ചാരേ കാണാ നീലത്തീന്ന് കബാൽ കൊന്നോ. ഒക്കെ മൂപ്പര് സ്വയം ചെയ്യ. കുറവുള്ള ഫൈദലേ നന്നാക്കെയും ചെയ്ത് കുറവില്ല ഫൈദലേ കുറവാക്കി വിട്ടോവർ. നീ വലുതാ പറയണ്. ചത്താചാകത്തിന് ജീവൻ നീടിച്ചോവർ ചാകും കിലശത്തെ നന്നാക്കി വിട്ടോവർ. ഉമ്മ വന്നിട്ട് പറയാണ്, നിങ്ങൾ ദ്വാരന്നിട്ടാണ് എനിക്ക് കുട്ടി ഉണ്ടായത്. ആ കുട്ടിയാണ് മരിച്ചുപോയത്. നിങ്ങൾ തന്നെ കുട്ടിയെ തിരിച്ചു തരണം. നേരെ വന്ന് കുമ്പി ഇതിനില്ല, എനിക്കല്ല സമ്മതം നേരത്തെ തന്നു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എഴുന്നേൽക്കൂ അല്ലേ? അതേ സംഭവം മറ്റൊരിക്കണ്ടാകാണ്. ശൈഖവറുകൾ കുമ്പി ഇതിനി എന്റെ സമ്മതത്തിൽ എഴുന്നേറ്റോ. എന്റെ സമ്മതം എന്റെ റബ്ബിന്റെ സമ്മതത്തിലാണ്. പറയേണ്ടതുണ്ടോ? അവിടെ എങ്ങനെ ഇപ്പൊ മടവൂര് ശൈഖുന, നമ്മളെ അമ്പലക്കണ്ടി അബ്ദുൽ അസീസ് മുസ്ലിയാരുടെ ഭാര്യ ഹോസ്പിറ്റലിൽ മെഡിക്കൽ കോളേജിൽ മയ്യത്തായി കിടക്കുമ്പോൾ വന്നിട്ട് അവിടെ ദ്വാ സമ്മേളനം നടത്തിയതാണല്ലോ. അൽ ഫാത്തിഹ എന്ന് പറഞ്ഞതാ. കൈ ഇങ്ങനെ തട്ടിയിട്ട് സുലൈഖ കണ്ണു തുറക്കൂ എന്നൊക്കെ ഒന്ന് മനസ്സറിഞ്ഞ് ആജ്ഞാപിച്ചാൽ കണ്ണു തുറക്കാതിരിക്കാൻ ഒരു മയ്യത്തിന് കഴിയില്ല. അതാണ് ശൈഖ് മടവൂർ. അവിടെ ഒന്ന് ഉദ്ദേശിക്കണം. നിങ്ങളെന്താ മനസ്സിലാക്കിയത്? കുഴഞ്ഞു കിടക്കുന്ന ആള് വന്നാൽ
എന്താ ചെയ്യുക? എന്നാ നമുക്കൊരു ഖത്ത് മോദിയിട്ട് ദ്വാരക്കാന്നാ. അങ്ങനെ ചെയ്ത സന്ദർഭങ്ങളുണ്ട്, അതിനെതിരല്ല നമ്മൾ. പക്ഷെ ഈ ഇരിക്കുന്ന ഹദറത്ത് അതല്ല. എന്താ പറയുന്നത്? നിന്റെ രോഗം ഞാൻ ശിഫയാക്കി, എഴുന്നേറ്റ് പോകൂ. എഴുന്നേറ്റ് പോവല്ലേ ചെയ്യണത്? എവിടെ അവിടെ ഇടപെടൽ? എന്ത് ഡോക്ടറാണോ ഈ പറയുന്നത്? ഡോക്ടർ ഇത് ഒന്നാണോ? ഡോക്ടർക്ക് എന്ത് കുതിരത്താ നൽകപ്പെട്ടത്? ഇത് അല്ലാഹുവിന്റെ ഔലിയാക്കൾ, ഞാൻ അവരെ കൈയാകും കാലാകും കേൾവിയാകും കാഴ്ചയാകും എന്ന് പറഞ്ഞ സ്ഥലല്ലേ ഇത്? ഒക്കെ സ്വയം ആണ് ചെയ്യുന്നേ. അല്ല കൊടുത്തു, അവർ ചെയ്യുന്നു. അതാ നിലനെ കൊടുഫാനും നിലനെ കാളവാനും നായന്നവർക്കാനു വാദം കൊടുത്തോവാർ വേണ്ടിയിട്ട് വല്ലോരു വസ്തുവിനെ നോക്കൂകിൽ വേണ്ടിയാവണ്ണം ദീനെ ആക്കുന്നോവർ. അതിന്റെ തെളിവാണ് അഫ്ള് കൂലം ഫൂക്ക് പുതിയ ഇസ്ലാമീനെ അബ്ദാലന്മാരാക്കി കൽപ്പിച്ച് വെച്ചോവർ. അമുസ്ലിമായ ഒരാളെ അബ്ദാലാക്കുകയാണ്. സെക്കൻഡുകൾ കൊണ്ട്, ഒറ്റ നോട്ടത്തിൽ. ഇയാൾ പറഞ്ഞനുസരിച്ച് എങ്ങനെ വേണം അബ്ദാലാക്കണമെങ്കിൽ എന്തായാലും കൊല്ലങ്ങളെടുക്കും. ആദ്യം ഒരു ഫാത്തിഹ ഓതി, ഒരു ഖത്തമൊക്കെ ഓതി, മുബർ ഹിദായത്തിലേക്ക് വന്ന് അലിഫ് മുതൽ പഠിപ്പിച്ച് എല്ലാം കൂടി ആക്കി വർഷങ്ങളെടുക്കും. ഇത് കണ്ടോ, ഇതൊരൊറ്റ നോട്ടല്ലേ? ഒരു നോട്ടം അവർ നോക്കിയാൽ കഴിഞ്ഞില്ലേ? അതൊക്കെ അതാ പറഞ്ഞത്, ഔലിയാക്കളോട് കളിക്കണ്ട, അവർക്ക് അല്ലാഹു അതിന് അതാ അവിടെ തന്നെ നിങ്ങൾ കണ്ടില്ലേ, ബഗ്ദാദിൽ ദജ്ലാ നദിയിൽ വെള്ളം ഇങ്ങനെ കൂടിക്കൂടി വന്നു, പ്രളയം വരികയാണ്. റസൂലുള്ളാഹിനോട് പരാതി. ആ വരി നമുക്ക് എല്ലാവർക്കും കൂടി ദ്വാരക്കാന്നാണോ? അല്ല, ഒരു വടിയേറ്റ് അങ്ങോട്ട് ഇറങ്ങി, ആ വടി കൊണ്ട് ദജ്ലയുടെ ഓരത്തിങ്ങനെ വരച്ചു. വെള്ളത്തിനോട് കൽപ്പനയാണ്, ഇവിടെ മതി, ഇവിടെ നിന്ന് അങ്ങോട്ട് വേണ്ട. പാട് ഫയ്യും മഴയോടും ഒഴുകുന്ന ഹാറോടും ഫോരും മതെന്നാരെ ഫോരിച്ച് വെച്ചോവാ